നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയം വന്നിരിക്കുന്നു. നിങ്ങളെ ചോദ്യത്തിന് വിഷ്ണു ചോദിക്കും, ഞാൻ അതിന് ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. സർ, ഈ ഒരാഴ്ച നോക്കുവാണെങ്കിൽ മെയ് 1 അതായത് ഈ മെയ് 1 ടാർഗറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അത് ഞങ്ങൾ ബാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഈ മെയ് 1 വരുന്നു. അതിൽ ആദ്യത്തെ ബാൻ വന്നിട്ട് റഷ്യ മുമ്പേ പറഞ്ഞു ഗോൾഡിന് റഷ്യയിലിരുന്ന് മെയ് 1 എക്സ്പോർട്ട് ചെയ്യൂല, ഇറ്റ് വിൽ ബി ബാൻ എന്ന് പറയുന്നു. അപ്പോൾ ഗോൾഡ് ഒരു സ്ഥലത്തിൽ ഇപ്പോൾ സ്റ്റാഗ്നന്റ് ആകുന്നു. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയയിൽ ഒരുപാട് ഗോൾഡ് ഇരിക്കുന്നു. ഒരുപാട് ഗോൾഡ് വെളിയിൽ വരും. ചൈനയിൽ ഗോൾഡ് ഇരിക്കുന്നു. റഷ്യ വന്ന് കറൻസി പോലെ ഗോൾഡ് വെച്ചിരിക്കുന്നു. ഗൂഗിളിന് വർക്ക്ലെസ് ആയി കംപ്ലേറ്റഡ് ടു വാട്ട് ഇറ്റ് വാസ് ബിഫോർ. ഒരു സ്ഥലങ്ങളിൽ ലാർഡ് കറൻസി വെളിയെടുത്തിന് പോകണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഡോളർ എന്ന് പറയുന്ന ഇതിന്റെ മാറ്റമായിട്ട് റഷ്യ ഗോൾഡിന് നോക്കുന്നല്ലേ. ഈ ട്രാൻസാക്ഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചെയ്യണമെങ്കിൽ റഷ്യക്ക് ഡോളറിൻ്റെ ആവശ്യമുണ്ട്. പിന്നീട് അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിൽ യുവാനിൽ തീർക്കും. സോ ഇപ്പോൾ ഡോളർ ഇല്ല എന്ന കാരണത്താൽ ഗോൾഡിനെ വെച്ച് ചെയ്യാമെന്ന് പറയുന്ന സർ. ഡോളറെ വെച്ചിരിക്കുന്ന സമയം അമേരിക്കയിൽ പോയ സീസ് ചെയ്യും എന്ന ഒരു പേടിയിരിക്കുന്ന കാരണം ഗോൾഡിൽ വന്നിട്ട് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിരിക്കുന്നു. ഗോൾഡിനെ ആരും വിറ്റ് കാശാക്കരുത് എന്നതിന് ഗോൾഡ് എക്സ്പോർട്ട് ബാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ വേൾഡ് ഗോൾഡ് കൗൺസിൽ വന്ന് റിപ്പോർട്ട് വെളിയിട്ടിരിക്കുന്നു. അതും 2 ദിവസത്തിൻ്റെ മുമ്പേ. ഗോൾഡിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് Q1 ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുന്ന കാരണത്താൽ അസറ്റ് വാല്യൂ ഇൻക്രീസ് ആയിരിക്കുന്നു. ജനങ്ങൾ ജ്വല്ലറി ആയിട്ട് ഗോൾഡിനെ വാങ്ങുന്നത് 31% കുറഞ്ഞിരിക്കുന്നു. എല്ലാവരും കോയിനായിട്ടും ബാറായും തന്നെ വാങ്ങുന്നു. ലോകം ഫുള്ളായിട്ട് ഇന്ത്യ നിങ്ങൾ എടുക്കുന്നെങ്കിൽ 90% വന്ന് ജ്വല്ലറി സെയിൽസ് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ എന്താണ് സംശയം? കുറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ബാറായിട്ടോ കോയിനായിട്ടോ തന്നെ വാങ്ങുന്നു. അതിനെ ഒരു അസറ്റ് ക്ലാസ് കൺസിഡർ ചെയ്ത് അസറ്റായിട്ട് വാങ്ങുന്നു. എന്തിരിക്കുന്നു ഞങ്ങൾ ചെയ്താരം കൂലിയൊക്കെ ഇരിക്കുന്നു. കൂലി ചെയ്താരമൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ അല്ലെങ്കിൽ കോയിനായിട്ട് അവർ മൂവ് ആകുന്നു. ഓക്കെ സർ, ഇപ്പോൾ ചെയ്കൂലി ചെയ്താരത്തിന് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അവരങ്ങനെ ചെയ്യുന്നു. എന്നാൽ പോയിന്റിൽ വന്ന് ഇന്ന് 16,000 രൂപ തിരികെ തൊട്ടിരിക്കുന്നു. ഇങ്ങനെ കുറേ ആയിട്ട് കയറി 1 ഗ്രാം 50,000 രൂപയ്ക്ക് ചെല്ലുമെന്ന് വെച്ചോ, അതിനെ ആര് സർ വാങ്ങും? പണക്കാരർ വെച്ചിരിക്കും. വച്ചിരിക്കുന്നതിന് വേറെ സർ, യാർ ഇതിന്റെ മുകളിൽ വാങ്ങും എന്നതാണ് കഥ സർ. 11 ഗ്രാം പോകും, 16 ഗ്രാം പോകും, 3, 2, 1 എന്ന് പറഞ്ഞ് പതിയെ കുറയും. ഇപ്പോൾ എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ സർ, ഇപ്പൊ 50,000 രൂപ 1 ഗ്രാം പോയിന്ന് വെച്ചോ, ആരും വാങ്ങൂല. അപ്പോൾ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞ് അതിന്റെ വിലയും കുറയാൻ സാധ്യതയുണ്ടല്ലേ. ഗോൾഡ് ഇസ് നോട്ട് ഗോയിങ് ടു കം ഡൗൺ എനി ടൈം. ഗോൾഡ് കുറയണമെങ്കിൽ ഒരേ ഒരു കാര്യം നടക്കണം, ഡോളർ സ്ട്രെങ്തൻ ആവണം. സ്ട്രെങ്തൻ ആയെങ്കിൽ അമേരിക്കയുടെ കോയിൻ മരിക്കും. കാരണം അതിന് ഡോളറിന് സ്ട്രെങ്തൻ ചെയ്യാൻ വിടത്തില്ല. സാർ പറയണതിൽ എനിക്ക് ഇന്നൊരു സംശയം എന്ത് വരുന്നു എന്നാൽ, ഗോൾഡിനെ എല്ലാവരും കോയിനായിട്ടും ബാറായിട്ടും വാങ്ങി ബീറോയിൽ വയ്ക്കുന്നു, ലോക്കറിൽ വയ്ക്കുന്നു. ആ കാശ് സ്റ്റാഗ്നന്റായി ഇവിടെ നിൽക്കുന്നല്ലോ, റെഗുലേഷനിൽ വരൂലല്ലോ. അത് സർക്കുലേഷനിൽ വരത്തില്ല എന്ന് ചോദിച്ചാൽ 1860 ഇത് ഇന്ത്യയിൽ നടന്നത് തന്നെയല്ലോ. അമേരിക്കയിൽ സിവിൽ വാർ നടന്നു. ഇതെന്ന് കോട്ടൺ വെളി സ്ഥലങ്ങൾക്ക് ചെന്നു. ആ വെളിയിൽ ഇതിനകത്ത് വന്ന കാശിന് ഗോൾഡ് തന്നെ വാങ്ങിയായിരുന്നു. ഇറ്റ്സ് എ ഡോക്യുമെന്റഡ് സ്റ്റോറി. കറക്റ്റ് സർ. അമേരിക്കയിൽ ആരും ഗോൾഡിന്റെ പുറകെ പോകുന്നതില്ല. സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ബാക്കിൽ പോകുന്നു എന്ന് വെച്ചാൽ അവരുടെ കറൻസിയുടെ മുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഇന്ത്യൻ കറൻസിക്ക് മുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ഗോൾഡ് വാങ്ങണം. വില കയറിയതിൽ ഗോൾഡിന് ഏത് യൂസുമില്ല. ഇതർ കഴുത്തിൽ അണിയണം അല്ലെങ്കിൽ ലോക്കറിൽ വയ്ക്കണം. എന്താണ് പക്ഷെ അങ്ങനെ വാങ്ങുന്നു? അവരുടെ വാല്യൂ പ്രൊട്ടക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. പത്തിൻ്റെ വാല്യൂനെ ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഹാസ് നോ കൺട്രോൾ ഓവർ കറൻസി. കറക്റ്റ് സർ. ഇപ്പൊ ചോദ്യം എന്തെന്നാൽ, എൻ്റെ അടുത്ത് 1,000 രൂപ ഇരിക്കുന്നു, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നതാ അല്ല ഗോൾഡിൽ ഇടുന്നതാ? ഇത് നിന്റെ ലൈഫിന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഗോൾഡാ വാങ്ങി ലോക്കറിൽ വെക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ലോക്ക്. പക്ഷെ ഈ 1000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുവാണെങ്കിൽ 1000 രൂപ സീറോ ആവൂലല്ലോ. ഇപ്പോൾ റുപ്പീനെ ഞാൻ ഡിഫെൻഡ് ചെയ്യാതെ വിടുവാണെങ്കിൽ സർക്കുലേഷൻ കുറയുന്നല്ലേ സർ? ഇപ്പം ഞാൻ റുപ്പീനെ ഡിഫെൻഡ് ചെയ്യാതെ വിടുവാണെങ്കിൽ സർക്കുലേഷൻ കുറയല്ലേ സർ? നിങ്ങൾ എന്താണ് ഡിഫെൻഡ് ചെയ്യണം റുപ്പീനെ? പോളിസി ഒഴുങ്ങാ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് ഡിഫെൻഡ് ആകുമല്ലേ. കച്ച എണ്ണ 70 130 ചെന്നിരിക്കുന്നു. വിലവാശി കയറിയിരിക്കുന്നു. ഉപ്പിൻ്റെ വിലയൊക്കെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഏറ്റിയിരിക്കുന്നു. ഇന്നുമേ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് പറഞ്ഞ RBI ഗവർണർ പറയുവാണെങ്കിൽ ആരാന്ന് വിശ്വസിക്കും? ബൾക്ക് ഡീസൽ എക്സ്ട്രാ 50 രൂപ ലിറ്ററിന് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ പമ്പിലൊന്ന് വാങ്ങുന്നു ബൾക്ക് ഡീസലൊക്കെ. അതെ, ഇന്നലെ ഹൈദരാബാദിൽ റെസ്റ്റിംഗ് നടന്നു എന്ന് പറയുന്നു.
ഇത്രയും നടന്നിട്ട് ഒന്നും ഇൻഫ്ലേഷനേ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ഇതുപോലെ പോളിസി നടത്തുവാണെങ്കിൽ എല്ലാവരും ഗോൾഡിന് തന്നെ പോകും. ഓക്കെ സാർ, ഇത് ഇന്ത്യയിൽ US നോക്കുവാണെങ്കിൽ ഗോൾഡ് ETF വന്നിട്ട് $0.6 ബില്യൺ അവർ എടുത്തിരിക്കുന്നു. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കുന്നല്ല, അവിടെ 0 ഇൻട്രസ്റ്റ് റേറ്റിന് കയറ്റിയല്ലേ വെച്ചിരിക്കുമോ. 2.5 to 3.75 ഗവൺമെന്റിനെ ആ റേറ്റിനല്ലേ തരുന്നു. ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ വയ്ക്കുവാണെങ്കിൽ എനിക്ക് 5% തരും. റിസ്ക് ഫ്രീ റേറ്റ് 4-5% ആണ്. ആപ്പിൾ അക്കൗണ്ട് വെച്ചാൽ തന്നെ 4%. ഉറപ്പായിട്ട് നോർത്ത് അമേരിക്കയിൽ $2.11 ബില്യൺ ETF വിറ്റിരിക്കുന്നു. അതെ, അവർക്ക് മണീസ് ടു ഹോണസ്റ്റ് റിട്ടേൺ ആണ്. അത് മണിക്ക് റിട്ടേണേ കൊടുത്തില്ലെങ്കിൽ യാർ വെച്ചിരിക്കും നിങ്ങളത്? അതായത് എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ സർ, ഇന്ത്യയിൽ നിങ്ങൾ ഗോൾഡിനെ വാങ്ങാൻ പറയുന്നു, പക്ഷെ അമേരിക്കയിൽ അവർ വിറ്റുകൊണ്ടിരിക്കുന്നു. അവർക്ക് മുന്നിൽ അവർ കറൻസിന് ഡോളറായിട്ട് വെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നീ ഡോളറായിട്ട് വെച്ചിരിക്കാൻ പറ്റൂല. ഇത് കാരണം ഗോൾഡായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഓവറലായിട്ട് പറയണമെങ്കിൽ ഇന്നും ഈ സ്ട്രോങ് ആയിരിക്കുന്നു അല്ലേ സർ? ഞാൻ നല്ല സ്ട്രോങ് തന്നെ അടിക്കുന്നു. ഓക്കെ സാർ. ഇതിൽ ഇന്നൊരു സംശയം എന്തെന്ന് വെച്ചാൽ ഡാഷെ ബാംഗ്ലൂർ റിപ്പോർട്ട് വെളിയിട്ടിരിക്കുന്നു. അതിൽ ഇന്നും 5 വർഷത്തിൽ ഗോൾഡ് വന്നിട്ട് ഒരു ഔൺസ് $8,000 പോകുമെന്ന് പറഞ്ഞു ഇട്ടിരിക്കുന്നു. ഞാൻ മറ്റേ എന്താണ് പറഞ്ഞു, ഞാൻ പറയുവാണെങ്കിൽ ഇതിനെ നിങ്ങളെ സമ്മതിക്കത്തില്ല. 8,030 കൊണ്ട് വഹുക്ക് എത്രയാ ഒരു ഗ്രാം വന്നിട്ട് ആവറേജ് 25,000 രൂപ വരുന്നു എന്നുള്ള റേറ്റിൽ. അത് ഇപ്പൊ 120 ലക്ഷത്തിന് റീച്ച് ചെയ്യുവാണെങ്കിൽ ഇന്നുള്ള റേറ്റ് 8,030 ഇട്ടുവെങ്കിൽ ഇന്നുള്ള ഡോളർ റേറ്റിലും ലക്ഷ്യത്തിലും നോക്ക്. ലക്ഷ്യത്തെ റീച്ച് ചെയ്യുവാണെങ്കിലോ ഉറപ്പോയെങ്കിലോ അല്ല 120 100 തീർച്ചയായിട്ടും വരും. 125 ലക്ഷ്യം. സോ 125 ഇടുവാണെങ്കിൽ എത്രയായി? 25,000 രൂപ ഒരു ഗ്രാം പോകുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വന്നാൽ 5,000 പോകും. എന്താണ് ഇങ്ങനെ കണക്കിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പോലെ ഉണ്ട്. ഞാൻ എന്ത് പറഞ്ഞു? 8,030 266 125 ആയിട്ടാണ് സാർ. അതെ സാർ, അതെന്ത് സാർ ഇങ്ങനെ? ഒരു മാസത്തിന് മുമ്പ് 100 നിക്ഷയം 120 ലക്ഷം എന്ന് പറഞ്ഞായിരുന്നു. ശരി, പിന്നെ 120 തന്നെ വെച്ചോ. 120 ലക്ഷ്യം 2,000 രൂപ സാർ ആയിരുന്നു. ഞാൻ 25 ചോദിച്ചത്. സാർ പറയുന്ന കണക്കപ്പടി 32,000 രൂപ പോകും. 120 എന്ന് പറഞ്ഞാൽ 32 17 ഓഫ് പോസിബിൾ പീസ് കൊടുപ്പണല്ലേ. 29,260 രൂപ സാർ. 29,300 രൂപ സാർ. 100 ഇടും. 6,600 സാർ. 27,000 32,000 അകത്ത് ഏതോ ഒരു നമ്പർ വരും 5 വർഷത്തിൽ. അതെ, ആ നമ്പർ റീച്ച് ആകും വരും. ആയിഷ ബാങ്ക് അവർ പറയുന്നത് റിപ്പോർട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വേൾഡിൽ ഇരിക്കുന്ന ഓവറോൾ റിസർവിൽ 30% ഗോൾഡ്, ആ 30% 40% മാറിയെങ്കിൽ ഈ റേറ്റ് വരാൻ നല്ല ഈസിയാ നടക്കുമെന്ന് പറയുന്നു. ഇതിനെ മാത്രം കുറെ മാറ്റിയാൽ മതി. വേൾഡ് എല്ലാം മാറ്റണ്ട. ചൈന മാത്രം $1.2 ട്രില്യൺ 10% വിറ്റുകൊണ്ട് 150,000 ഗോൾഡാ മാറ്റിയാ ശരി. മാർക്കറ്റിൽ ഇറങ്ങി വാങ്ങാൻ തുടങ്ങിയെങ്കിൽ പോയി അല്ലേ സാർ? കുറച്ചെണ്ണം ഗോൾഡ് വെച്ചിരിക്കുന്നു. ഒരു 30% ഗോൾഡ് വാങ്ങുമെങ്കിൽ അത്രയും മതി. 1.2 ട്രില്യൺ സാർ പറയുന്നത് വന്നിട്ട് റേഡ് സർപ്ലസ്. ബിസിനസ് 1 ട്രില്യൺ മാളിലിരിക്കുന്നു. അതിൽ അവൻ ചുമ്മാ ഒരു 10,000 ടൺ വാങ്ങിയാൽ മതി. താഴ്ചയിൽ അവർ പറഞ്ഞിരിക്കുന്നത് 2008 ഇപ്പോൾ വരയ്ക്കും സെൻട്രൽ ബാങ്ക്സ് ഒക്കെ ചേർന്ന് ഒരു 7,000 ടൺ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു 7,000 ടൺ കൂടെ വാങ്ങുവാണെങ്കിൽ 80% പോകാൻ ചാൻസ് ഇരിക്കുന്നു അല്ലേ? 26 ഡെഫിനറ്റ്. അതിലേത് മാറ്റവും ഇല്ല. ഇപ്പോൾ അടുത്തതിന് പോകാമോ ബോസ്? സ്വർണ്ണത്തിനെ ചോദിച്ചാൽ ഞാൻ പറയും 26 ലക്ഷ്യം എന്നാണ്. ലക്ഷ്യം 32 ലക്ഷ്യം. 32,000 പെർ ഗ്രാം വിത്തൗട്ട് ടാക്സ് GST. ഇതൊരു ചെയ്താൽ നമുക്ക് ഇല്ലാതെ. അതെ, ടാക്സ് എങ്ങനെയെങ്കിലും ചേർക്കുമോ സാർ? ഒക്കെ ചേർക്കുവാണെങ്കിൽ ഇന്നും കുറച്ചും കൂടെ ഇട്ടോ. ടാക്സ് ഒരു 6% വരും സാർ. ഇതൊരു പറയണത് നാഷണലി ട്രേഡ് ആകുന്ന പ്രൈസ് ആണ്. അല്ലാതെ ഇവർ വേറെ എന്ത് പറയുന്നു എന്നാൽ നിങ്ങൾ ഒരുപാട് ഗോൾഡ് വാങ്ങിയിരിക്കുന്നു, നൃത്തത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. സാർ, നിങ്ങൾ ഒരുപാട് പേടി കാണിക്കുന്നു ഞങ്ങളെ. ഇട്ടിരിക്കുന്നല്ലേ പേപ്പറിൽ? എന്താണ് സാർ? ഗവൺമെന്റ് റെസ്ട്രിക്റ്റ് ഓൺ ഇമ്പോർട്ട്സ് ഓൺ ഗോൾഡ്. അതെ അതെ സാർ. $50 ബില്യൺ ഗോൾഡ് വാങ്ങി. നിങ്ങളൊക്കെ ഗോൾഡിന് ബാക്ക് ബോയ്സ് A1 to A7 വച്ചിരിക്കും. നമ്മളൊക്കെ ഗോൾഡ് വച്ചിരിക്കരുത് എന്ന് പറയുന്നു. ഓക്കെ സർ, ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും
ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.